ഒരു ചോദ്യം കൂടെ, 1, 2, 10 ചോദിച്ചോളി, പക്ഷെ പൊട്ടത്തരം ചോദിക്കരുത്. അതായത് രണ്ടാളുകളുടെ ഉപമ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് തോട്ടം നൽകിയതും അതുപോലെ തന്നെ പിന്നെ അവർക്ക് മുന്തിരിത്തോട്ടങ്ങൾ നൽകിയതും ഇടയിലൂടെ നദി ഒഴുക്കിയതൊക്കെ. എന്നിട്ട് അവസാനം അയാൾ പറയുന്നുണ്ട് ഞാൻ ഷിർക്ക് ചെയ്തിരുന്നില്ലെങ്കിൽ നന്നായേനെ. അതെങ്ങനെയാണ് ഷിർക്കാകാമെന്ന് വിശദീകരിച്ച് നന്നായിരുന്നു. അറിയാത്തതുകൊണ്ടാണ് ആ വിഷയം ചോദിക്കുന്നത്. ഏതാണ് ചോദ്യം ചോദിക്കും. രണ്ടാളുകളുടെ ഉപമ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് തോട്ടം നൽകിയതും അതിൻ്റെ ഇടയിലൂടെ നദി ഒഴുക്കിയതും അവർ അള്ളാഹുവിനെ കൂടാതെ ചില കാര്യങ്ങളിൽ ഇതാക്കിയതൊക്കെ പറയുന്നുണ്ട്. അതുമായി വേറെ കുറേ വരുമാനങ്ങൾ ഉള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ആ തോട്ടം നശിക്കുകയും അയാൾ പറയുന്നുണ്ട് ഞാൻ ഷിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിരുന്നേനെ. അതെങ്ങനെയാണ് ഷിർക്കാവുന്നത് എന്നാണ് ചോദ്യം. ഏതെന്ന് പറയും നിങ്ങൾ പറഞ്ഞോളൂ. ആ കഥ നിങ്ങൾക്ക് അറിയാലോ. ഏത് കഥയാണ്? ഖുർആനിലും കുറെ കഥ ഉണ്ട്. നിങ്ങൾ ഏത് കഥയാണ് പറയുന്നത്? രണ്ടാളുകളുടെ ഉപമ വിശദീകരിക്കും. ഒരുപാട് ഉപമ ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയ സംഗതി ഉണ്ടല്ലോ. നിങ്ങളിപ്പോ ആയത്താണ് പറയണത്. രണ്ടാളുകളുടെ ഉപമ എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്നത് ആകെ ആ കഥ മാത്രമേ ഉള്ളൂ. ഏത് കഥ എന്ന് പറയുന്നത്? ഞാൻ അതേപോലെ വിശദീകരിക്കാം. രണ്ടാളുകളുടെ ഉപമ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് 2 മുന്തിരിത്തോപ്പുകൾ നൽകി, അതിനു ചുറ്റും ഈത്തപ്പന കൊണ്ട് വലയം ചെയ്തു. ഇത് പറഞ്ഞാൽ മനസ്സിലാവും. എന്ന ആയത്താണ് ഇത് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കാഫിലെ എന്ന ആയത്തിന്റെ. അല്ല, ഞാൻ ഉസ്താനെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ഓതി. അല്ല, ഞാൻ ഓതണ്ട. നിങ്ങൾ ഓതണം. നിങ്ങൾ ഓതിയും അല്ല, എനിക്കത് മനസ്സിലാവാനാണ്. അല്ല ഹബീബ്, നിങ്ങൾ ഓതി. എന്താ നിങ്ങൾക്ക് പ്രശ്നം? എന്താ ഖുർആൻ ഓതണമെന്താ? ഒരു പ്രശ്നമില്ല. ഒരു മിനിറ്റ്, ഞാനത് ഒന്ന് ഒറ്റ മിനിറ്റ്. وَاضْرِبْ لَهُمْ مَثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا. ബാക്കി ഓതണോ? എന്നിട്ടെന്താ അങ്ങനെ ഉണ്ട്? ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അല്ല, നിങ്ങളെന്താ ചോദ്യം മനസ്സിലാവണ്ട? നിങ്ങളെ പറയും എന്തായാലും വിഷയം എന്താ? ഇതിൽ അവസാനം അയാൾ പറയുന്നുണ്ട് ഞാൻ ഷിർക്ക് ചെയ്തു. എവിടെ അവസാനം പറയും? അത് പറഞ്ഞാ പോരെ? നിങ്ങളെ ഓതി നിങ്ങള് പറയാനറിയും. അല്ല, നിങ്ങൾ പറയണ്ട, എനിക്കറിയാം. പറയ ഹബീബേ, നിങ്ങൾ ചോദ്യം കൊടുക്കുന്ന എന്താന്ന് അറിയില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? അവസാനത്തെ 38-ാമത്തെ ആയത്താണ് പറയുന്നത് ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബിറബ്ബി അഹദ. ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബിറബ്ബി അഹദ. ഞാൻ അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു. അത് ഒരാളോടും ഞാൻ ശിർക്ക് വെക്കൂല. പറ്റൂലല്ലോ, ശിർക്ക് വെക്കാൻ പറ്റൂല. അവിടെ എന്താണ് അദ്ദേഹം ശിർക്ക് ചെയ്തത് എന്നാണ് ചോദിച്ചത്. ശിർക്ക് വെക്കൂല എന്ന് പറഞ്ഞേ ഞാൻ വജ്ജഹത്ത് വജിഹയിലല്ലതി നമ്മൾ ചെല്ലും. എന്നിട്ട് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് വെക്കൂല എന്ന് പറയലുണ്ട്. ഇനിയിപ്പോ ഇവിടെ എന്താ നിങ്ങൾ ശിർക്ക് വെക്കാത്തെന്ന് വെച്ചാല് നിങ്ങളിപ്പോ ഒരു ആയത്തുണ്ട്. നിങ്ങളെ ചോദ്യം എന്താ? ഞങ്ങൾക്ക് മുഹിദീൻ ഷെയ്ഖൊന്നല്ല. നിങ്ങളെ മനസ്സിൽ ചോദ്യം എന്താ നമുക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയും. ഈ കഥ വായിച്ചതല്ലേ, ആയിക്കോട്ടെ, നിങ്ങളെ ഉദ്ദേശം എന്താണ് നമുക്കറിയില്ല. ഈ തോട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കഥകളും പറഞ്ഞിട്ട് ആ തോട്ടം നശിച്ചു പോവാണ്. നശിച്ചു പോകുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പങ്കു ചേർത്തില്ലെങ്കിൽ നന്നായേനെ. പങ്കുവെക്കൂല. അപ്പൊ ആ പങ്ക് ചേർക്കുക എന്ന് ആ നശിച്ചു പോയതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ ശിർക്ക് ചെയ്തിൽ പ്രയാസപ്പെട്ട. ഏത് സമയത്തൊരു മുസ്ലിം പ്രഖ്യാപിക്കുന്ന സംഗതിയല്ലേ വമാഅന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് വെക്കൂല, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുവഹിദാണ്. അതൊരാൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതവിടെ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം അതൊരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടതാണ് എല്ലാ സമയത്തും. ഇത് അദ്ദേഹം അള്ളാഹുവിനെ നിഷേധിക്കുന്ന രീതിയിൽ സംസാരിച്ച മുസ്ലിമാണെന്ന് എങ്ങനെ നിങ്ങൾ പറയാം? അപ്പൊ അതാണ് നിഷേധിക്കുന്ന ആളായിരുന്നു. നിങ്ങൾ പറയൂ, നിങ്ങൾ വിശദീകരിക്കും. എന്തുകൊണ്ട് ശിർക്ക് വച്ചു ഇവിടെ ശിർക്ക് എന്ന് പറഞ്ഞു? അതൊന്നും വിശദീകരിക്കും. ഏത് ശിർക്ക് എന്ന് പറഞ്ഞു? ഏത് ശിർക്ക് എന്ന് പറഞ്ഞു? അള്ളാഹുവിൽ ഞാൻ ശിർക്ക് വെക്കണില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശിർക്ക് വെക്കാൻ പറ്റൂല.
ഉസ്താദ് പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഷിർക്ക് പറഞ്ഞത് എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചു എന്നാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്. ഷിർക്ക് വെച്ചിട്ടില്ല, ഞാൻ ഷിർക്ക് വെക്കൂല എന്ന് അയാൾ പറഞ്ഞു. ഒരു കാര്യത്തില് ആ തോട്ടവുമായി ബന്ധപ്പെട്ടതും അതിൽ അദ്ദേഹം അഹങ്കരിച്ച് നടന്നതും അള്ളാഹുവിനെ നിഷേധിക്കുന്ന രീതിയിൽ നടന്നതും ആയ സംഭവത്തിന്റെ അവസാനമാണ് അത് നശിച്ചു പോവുകയാണ്, അള്ളാഹുവിന് ശിക്ഷ വരികയാണ്. ആ സമയത്താണ് പറയുന്നത്. അപ്പോ നല്ല ബോധ്യപ്പെട്ടു അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് ഞാൻ ഷിർക്ക് വെക്കുന്ന ആളല്ല, ഞാൻ അള്ളാഹുവിന് ഷിർക്ക് വെക്കൂല. അതെ. അപ്പൊ അതെങ്ങനെയാണ് ഷിർക്കായത്? ഏത് അദ്ദേഹം ഷിർക്ക് വെക്കൂല ആ വിഷയത്തിൽ പറയാണ്. ഷിർക്ക് വെച്ചു എന്നല്ല പറയണേ, ഷിർക്ക് വെക്കൂല എന്നാ പറയണത്. ഉസ്താദെ, തോട്ടം നൽകി, ആ തോട്ടത്തിൽ അദ്ദേഹം അഹങ്കരിച്ചു, അദ്ദേഹത്തിന്റെ തോട്ടം നശിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ ആയത്തോതി നടത്തും വെക്കുകയും ഞങ്ങൾ പറഞ്ഞ ചോദ്യമല്ല, ഞങ്ങൾ പറഞ്ഞു നിങ്ങളാ ചോദ്യം ചോദിക്കണത്, നിങ്ങൾ ആയത്തോതിട്ട് അർത്ഥം നോക്കി, എന്താ പ്രശ്നം നമുക്കറിയില്ലല്ലോ. സ്വന്തത്തോട് തന്നെ അന്യായം. ആയത്തോതിയും വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. അർത്ഥം പറയണോ? നിങ്ങൾ ആയത്തോതിയും അർത്ഥം പറഞ്ഞോളൂ. സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിക്കുന്നവനായും കൊണ്ട് അവൻ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അവൻ പറഞ്ഞു, ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വമാ അളുന്നു സാത ഖായിമത്തുൻ വലൈൻ റുദിത്തു ഇലാ റബ്ബി ലി അജിദന്നഹിലേക്ക് മടക്കപ്പെടുകയാണെങ്കിലോ. അപ്പം അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, തീർച്ചയായും മടങ്ങിച്ചെല്ലുന്നതിന് ഇതിനേക്കാൾ ഉത്തമമായ സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഖാല ലഹു സ്വാഹിബുൻ വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല. അവന്റെ ചങ്ങാതി അവനുമായി സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറഞ്ഞു, മണ്ണിൽ നിന്നും അനന്തരം ബീജത്തിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് നിന്നെ ഒരു പുരുഷനായി സംവിധാനിക്കുകയും ചെയ്തവനിൽ നീ അവിശ്വസിച്ചിരിക്കുകയാണോ? ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബി റബ്ബി അഹദ. എന്നാൽ എൻ്റെ വിശ്വാസം ഇതാണ്. ആരുടെ വിശ്വാസം? ആ മറ്റു ചങ്ങാതിൻ്റെ. അവൻ അഥവാ അള്ളാഹു ആകുന്നു എൻ്റെ രക്ഷിതാവ്, എൻ്റെ രക്ഷിതാവിന് യാതൊന്നിനെയും ഞാൻ ശിർക്ക് വെക്കുകയില്ല. വലൗലാ ഇത് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ. നീ നിന്റെ തോട്ടത്തിൽ കടന്ന സമയത്ത് ഇത് അള്ളാഹു ഉദ്ദേശിച്ചതത്രേ, അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിന്നേക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി നീ എന്നെ കാണുകയാണെങ്കിൽ. അദ്ദേഹത്തെ തിരുത്താണ്. ഫഅസാ റബ്ബി അൻ യൂതിയനി ഖൈറം മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് സമായി ഫതുസ്ബിഹ സഗീദൻ സലഫ. എൻ്റെ രക്ഷിതാവ് എനിക്ക് നിന്റെ തോട്ടത്തേക്കാൾ നല്ലത് നൽകി എന്ന് വരാം. നിന്റെ തോട്ടത്തിൻ്റെ നേരെ അവൻ ആകാശത്ത് നിന്ന് ശിക്ഷ അയക്കുകയും അങ്ങനെ അത് ചതുപ്പ് നിലമായി തീരുകയും ചെയ്തു എന്ന് വരാം. ഔ യുസ്ബിഹ. അല്ല, നിങ്ങൾ അൽക്കഹു മുഴുവൻ അർത്ഥം വെക്കുക. അല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അർത്ഥം വെക്കുന്നത്. അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഈ ആയത്തോതി? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ, അതായത് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു, അഹങ്കാരത്തോടുകൂടി നടന്നു, അതിനെ മറ്റേയാൾ വിമർശിക്കുന്നുണ്ട്, നിനക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തോട്ടം നശിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഞാനിത് ശിർക്ക് വെച്ചില്ലെങ്കിൽ നന്നായിരുന്നു ഞാൻ. അപ്പൊ ഇതിൽ എന്താണ് ശിർക്ക് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ ശിർക്ക് വന്നു പറഞ്ഞ അദ്ദേഹം പറയാൻ കാരണം അയാൾക്ക് ശിർക്ക് വെക്കാൻ പറ്റൂല ബോധ്യപ്പെട്ടോണ്ട്. അതെന്തുകൊണ്ടാണ് ബോധ്യപ്പെട്ടത്? അപ്പൊ ബോധ്യപ്പെട്ടത് എന്താണ് ഉസ്താദ് പറ. വെറുതെ ഒരാൾ വെറുതെ പറയോ ഒരു സമയത്ത്? അത് അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ ധാരണയാണ് അയാൾ വെച്ച് പുലർത്തുന്നത്? എന്തൊക്കെ സമയം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഉന്നതനായിരിക്കും എന്ന് പറയുന്ന ആള് അവസാനം തോട്ടം നശിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ശിർക്ക് വെച്ചില്ലായിരിക്കും നന്നായിരുന്നേനെന്നുള്ളത്. അവിടെ എന്താണ് ശിർക്ക് വരുന്നത്? അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു എന്നല്ലേ പറയണത്. അതെങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അയാൾക്ക് ബോധ്യപ്പെട്ടു. അവിടെ എന്താ പ്രശ്നം? എന്താണ് അത്? ഈ ബോധ്യപ്പെട്ടതിനൊരു കാരണം ഉണ്ടാവില്ലേ? അയാൾക്ക് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, അപ്പൊ അയാൾക്ക് അള്ളാഹു അല്ലാതെ അള്ളാഹുവിനൊരു പങ്കുകാരനും ഇല്ല എന്നാണ് ബോധ്യപ്പെട്ടു വിചാരിച്ച. അതുകൊണ്ട് എന്താ പ്രശ്നം? അത് അള്ളാഹു അല്ലാത്ത ആളുകൾ അയാൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നോണ്ടാണല്ലോ ബോധ്യപ്പെട്ടത്. അങ്ങനെ അതെന്താ മനസ്സിലായി? ബോധ്യപ്പെട്ടെങ്കിലും പറയും. അല്ലല്ല, അയാൾക്ക് ബോധ്യപ്പെട്ടത് അയാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ശിർക്ക് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ? ഉണ്ട്. എവിടെ? തഫ്സീർ പറയും. ഇതിന്റെ അല്ല ഞാൻ പറഞ്ഞത്.
ഈ ഞാൻ നിങ്ങളെ ഒരാൾ മുസ്ലിമായി വന്നാൽ അതല്ല ഇതിന്റെ പറയും നിങ്ങളാണ് ഇപ്പൊ ആയത്ത് കൊണ്ടുവന്നത്. ചോദ്യമാണ് ചോദിക്കുന്നത്. അതെ ഹബീബെ, ഈ ചോദ്യം നിങ്ങളെ ആയത്ത് നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവണ്ടേ. അതിൽ ഞാൻ അല്ലാഹു അല്ലാത്തൊരു ശിർക്ക് വെച്ചില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. നല്ല കാര്യം. ശിർക്ക് വെക്കരുത് എന്നല്ലേ നമ്മൾ പറയണത്. ശിർക്ക് വെക്കാൻ പാടില്ല, ശിർക്ക് വെക്കരുത്. ഇത് സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസയോ തവസ്സുലോ അതുമായി വല്ല ബന്ധത്തിനുണ്ടോ? ഞാനത് പറഞ്ഞു. എനിക്കിതുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ബന്ധമല്ലേ നമ്മൾ ഇസ്തിഗാസുമായി ഇതിന് ബന്ധമല്ല. എങ്ങനെ അദ്ദേഹത്തിന് ആ തോട്ടം നശിച്ച സമയത്ത് അദ്ദേഹത്തിന് ഖേദം വരികയാണ്, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിരുന്നേ, അതെങ്ങനെ, എന്താണ് അതിൽ ശിർക്ക് എന്നാണ് ചോദ്യം. ഏയില് ശിർക്ക് മൂപ്പര് പറയണതേ വലാഹു ശിർക്ക് പറഞ്ഞാൽ ശിർക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അങ്ങനെ അർത്ഥം ഉണ്ടതിന്. മൂപ്പര് അങ്ങനെ അർത്ഥം ഉണ്ടെന്ന് കരുതിയിട്ടാണ് മൂപ്പര് ശിർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. ലവ് ശിർക്ക് ഞാൻ ശിർക്ക് ചെയ്യൂലെന്നല്ലോ, ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു അർത്ഥമല്ലല്ലോ. ശിർക്ക് ചെയ്യൂലെന്നാ പറയണത്. മൂപ്പര് ഇത്രയും നേരം പറയണത് ശിർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നന്നായേനെ, അപ്പൊ എന്തോ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്, അതെന്താണ്? ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പറ്റുമോ? ആ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല്, രണ്ടാളുകളുടെ ചരിത്രം ഞാൻ എന്താ മൂപ്പര് പറഞ്ഞു കൊണ്ടുവരുന്ന നോക്കാതിരിക്കുകയാണ്. പിന്നെയും പഴയ വയറിൽ തന്നെ അതായത് എന്താന്ന് ചോദിച്ചാൽ, രണ്ടാളുകൾ, രണ്ട് കൂട്ടുകാരും. അയാൾ ഖുർആൻ എന്ന് പറഞ്ഞ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. രണ്ടാളുകൾ കൂട്ടുകാരാണ്. ഒരാളിലേക്ക് നല്ല തോട്ടങ്ങളുണ്ടായി, നല്ല വിഭവസമൃദ്ധമായ സംഗതികളൊക്കെ ഉണ്ടായി. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇയാൾ അത് കാണാൻ വേണ്ടി അയാളെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ച് അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഏയ് ഇങ്ങനെ പോഴത്തക്കാരനായി നടന്നോ, ഇതിൻ്റെ തോട്ടമാണ്, ഈ തോട്ടം എൻ്റെ ഈ തോട്ടം ശാശ്വതമായി നിലനിൽക്കും, ഇതൊരിക്കലും നശിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ വമ്പ് പറയാണ്. തോട്ടത്തിൻ്റെ ഉടമ അയാൾ അള്ളാഹുവിൽ അവിശ്വസിച്ചയാളാണ്. അപ്പൊ കൂടെയുള്ള മൂമിനായ ആള് ചോദിക്കുക, കാലലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു, ഒപ്പുള്ളയാൾ സംഭാഷണ മധ്യ ചോദിക്കുകയാണ്, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, അല്ല ചങ്ങാതിയെ, നിന്നെ അള്ളാഹു മണ്ണിൽ നിന്നും പിന്നെ നുത്ഫത്തിൽ ബീജത്തുള്ളികളിൽ നിന്നും സൃഷ്ടിച്ച് ഒരു പുരുഷനായി ആരോഗ്യം നൽകി വളർത്തിയെടുത്ത റബ്ബിനെ നീ എങ്ങനെയാണ് നീ അവിശ്വസിക്കുക? നീ എങ്ങനെയാണ് ആ റബ്ബിൽ അവിശ്വസിച്ച് കാഫിറാവുക എന്നാണ് ഈ നല്ല മനുഷ്യൻ, മൂമിനായ മനുഷ്യൻ മറ്റേ ആളോട് ചോദിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് മൂമിനായ മനുഷ്യൻ പറയുന്ന, എൻ്റെ കാര്യം എനിക്കറിയോ, ലാകിന്നഹു അല്ലാഹു റബ്ബി, ഈ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോറ്റുന്നവനായ അള്ളാഹു, അവൻ റബ്ബി, എൻ്റെ റബ്ബാണ്. എൻ്റെ വിശ്വാസം അള്ളാഹു എൻ്റെ റബ്ബാണ്. വലാ ഉശ്രികു ബി റബ്ബി അഹദാ, എൻ്റെ റബ്ബില് ഒരാളെയും ഞാൻ പങ്കുകാരനാക്കൂല, ഞാൻ ശിർക്ക് വെക്കൂലാന്ന് മൂമിനായ മനുഷ്യൻ പറയാണ്. ഞാൻ ശിർക്ക് വെക്കൂല, ഇതാ ഇവിടുത്തെ സംഭവം. അപ്പൊ ഇയാൾ ചോദിക്കാണ്, അല്ല ആ ശിർക്ക് ഏതാണ്? ശിർക്ക് വെച്ചാലല്ലേ അത് ഏതാന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. സാലിബയായ കളിയന്റെ പിന്നെ മൗലൂഴിന്റെ ഉജൂദ് ഷർത്തല്ല എന്നല്ലേ കളിയന്റെ നിയമം, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ വല ഉശ്രികു ബിഹി അഹദാന്ന് പറഞ്ഞെന്താ? ഞാൻ അവനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് ഒരാളെയും ശിർക്ക് വെക്കൂല. ഏതുപോലെ നേരത്തെ മുഹ്യിദ്ദീൻ സഖാഫി അത് പറഞ്ഞു, നമ്മൾ വജ്ജഹത്തുൽ ഓതും ഒമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളല്ല. അപ്പൊ മൂപ്പര് ചോദിച്ചാ, അല്ല ശിർക്ക് ചെയ്യുന്ന ആളല്ല നിങ്ങൾ പറയുമ്പോ അവിടെ എന്തോ ഒരു ശിർക്ക് ഉണ്ടല്ലോ, ആ ശിർക്ക് ഏതാണ്? അവിടെ ശിർക്കില്ലേ, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളല്ല. എന്നാൽ നമ്മൾ വജ്ജഹത്തുൽ പറയുന്നത് അതുപോലുള്ള ഒരു പ്രയോഗമാണ് അയാളും പറയുന്നത്. ലാകിന്നഹു അല്ലാഹു റബ്ബി, ഈ മുഅ്മിനായ മനുഷ്യൻ പറയാ, എൻ്റെ റബ്ബാണ് അല്ലാഹു, വലാ ഉശ്രികു ബി റബ്ബി അഹദാ, എൻ്റെ റബ്ബിനെ ഞാൻ ശിർക്ക് വെക്കൂല, ശിർക്കില്ല, വെച്ചിട്ടില്ല എന്നായി പറയണത്. ഇനി എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? വെക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, ഇതൊക്കെ ആര് പറഞ്ഞു വെച്ചാ? അതല്ല, ആ രണ്ടു വചനം കൂടി കഴിഞ്ഞിട്ട് മറ്റേ ആള് പറയുന്നുണ്ട് ശിർക്ക് ചെയ്യുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ അതൊന്ന്, വെള്ളിയാഴ്ച രാവാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് ഓതുന്നുണ്ടാവുമല്ലോ. ഞങ്ങൾ ഇന്ന് ഓതുന്ന ആൾക്കാരാണ്, അതിന് ഞങ്ങൾക്ക് നിങ്ങൾ ഓദിപ്പിക്കേണ്ടതില്ല. എന്നിട്ട് നിങ്ങൾ അതിന്റെ മറ്റേയാളാണ് ശിർക്ക് വെച്ചതെന്ന് പോലും നിങ്ങൾക്ക് അറിയണില്ല. എന്തോ ഒരു കഷ്ടാണ്. നിങ്ങൾ ഈ ഓതിയ ആയത്തിൽ ഹബീബെ, ഇതുവരെയും ഓതിയ ആയത്തിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞതാ. ഇനി പുതിയ ആയത്ത് ഓതാണ്ട് നിങ്ങൾ ഓതിക്കോളേ, നമുക്ക് പ്രശ്നമില്ല. ആയത്തിന്റെ അർത്ഥമാണ് ഇപ്പൊ ഈ വെച്ചത്. ഞാൻ അതിന് ശേഷമുള്ളത് പറഞ്ഞു.
അതാണ് ആദ്യം പറഞ്ഞത്. 42ാമത്തെ ആയത്ത്. അതിന് ശേഷം അതാണ് നിങ്ങളെ ചോദ്യം. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞതാ ഞാൻ മറുപടി പറഞ്ഞത്. ഇപ്പോഴാണ് നിങ്ങൾ ചോദ്യം കണ്ടെത്തിയത്. അങ്ങനെ പറഞ്ഞോളി. ഇപ്പോഴാണ് നിങ്ങൾ ചോദ്യം കണ്ടെത്തിയത്. അതിന് ഞാൻ രണ്ടാമത് മറുപടി പറയും. അത് ചോദിച്ചോളി, മറുപടി പറഞ്ഞുതരാം. അതല്ല, അവിടെ വെച്ച് എന്നോട് നിർത്താൻ പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരോടും നിർത്താൻ പറഞ്ഞിട്ടില്ല. വാദിക്കാണോന്ന് ചോദിച്ചു. പക്ഷെ നിങ്ങളെ നിങ്ങളെ ചോദ്യം എന്താ നിങ്ങൾക്ക് തിരിയാ? നിങ്ങൾ ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയാൽ എങ്ങനെ അങ്ങനെ പറ്റുമോ? ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ മർമ്മമായ ഭാഗം പറഞ്ഞ് ചോദിക്കണം. നിങ്ങൾ ചോദ്യം തുടങ്ങിയാൽ എന്താ? സൂറത്തുൽ കഹ്ഫിലുണ്ട്, രണ്ടാൾക്കാരെ കഥ പറയുന്നുണ്ട്, അതിലുള്ള ശിർക്ക് എന്താണ്? എന്താ ഞങ്ങൾ അതിന് മറുപടി പറയാം? ഞാൻ ആദ്യം ഷോർട്ടായിട്ട് അതിന്റെ പറഞ്ഞതാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങളെ ചോദ്യത്തിന്റെ വെറുതെ സമയം വർദ്ധിപ്പിക്കുക, വാക്ക് വർദ്ധിപ്പിക്കുക, ഇതിലൊന്നും ഒരു ഖൈറും ഇല്ല. ഇതിലെ മർമ്മപ്രധാനമായ ഭാഗം ഏത്? അത് ചോദിക്കുക, അതിന് മറുപടി പറയാ. വിഷയം തീർന്നില്ലേ? ഷോർട്ടായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു. ഇല്ല, ഇനി നിങ്ങൾ പറയാ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അവിടെ എല്ലാവരും കേട്ടിട്ടുണ്ട്. റെക്കോർഡുണ്ട്. ഒന്നും കട്ട് ചെയ്യൂല. ലൈവിൽ പോവല്ലേ? ആദ്യം പറഞ്ഞു 2 തോട്ടക്കാരെ കഥ പറഞ്ഞു. പിന്നെ പറയേണ്ടത് അത് നിങ്ങൾ അതിന്റെ വിഷയത്തിൽ ചോദ്യത്തിന്റെ മർമ്മം ഒന്ന് പറയും. പറയുന്നത് ആ തോട്ടക്കാരിൽ അഹങ്കരിച്ച് നടന്ന കഥ പറഞ്ഞു. സംഘബലുള്ളതും പല വരുമാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞത് ആ തോട്ടം നശിച്ച സമയത്ത് അയാൾ പറഞ്ഞ കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നിട്ട് എന്നോട് അത് വിശദീകരിക്കാൻ പറഞ്ഞു മൗലവി ചിലപ്പോൾ ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം മുതൽ അത് ഓരോന്നും അർത്ഥം വായിക്കണോ ചോദിച്ചു. അർത്ഥം വായിക്കാൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ സമയം വന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് നിർത്താൻ പറഞ്ഞു. പിന്നെ എങ്ങനെ? ഇല്ല, നിർത്താൻ പറഞ്ഞിട്ടില്ല. അതിനാ ഇത്രയും ആളുകളുണ്ട് നിർത്താൻ പറഞ്ഞിട്ടില്ല എന്ന് ഇവരൊന്നും നിർത്താൻ പറയും. നിങ്ങൾ ഇങ്ങനെ കഥയില്ലാതെ പറഞ്ഞ നിർത്താൻ പറയും. നിങ്ങളെ ചോദ്യം ഏതാന്ന് നമുക്കറിയോ? ഞാൻ നിർത്താൻ പറഞ്ഞു. നിങ്ങൾ ഈ ലഫ്ലുമ പിടിക്കല്ലേ? നിങ്ങൾ ആദ്യം അൽഗഫ് മുഴുവൻ ഓതി തീർക്കുക എന്നുള്ളതല്ല ഈ മുഖാമുഖത്തിലെ സംഗതി. നിങ്ങൾ ആ സംഭവം പറഞ്ഞിട്ട് എന്റെ ചോദ്യം ഇത് ഞങ്ങൾ പല ഊര് ചോദിച്ചതാ. ഇവിടെ ആ മനുഷ്യൻ എന്തായിട്ടില്ലല്ലോ, വലാ ഉശ്രികു ബി റബ്ബി അഹദ, അയാൾ ശിർക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന് ഞങ്ങൾ പല ഊര് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് പറയാൻ ഒറ്റ പറഞ്ഞാൽ മതി, അവിടെ അല്ല എന്റെ ചോദ്യം, എന്റെ സംശയം അവിടെ അല്ല, അവസാനത്താണ് എന്ന് പറഞ്ഞ വിഷയം തീർന്നില്ലേ? ഇത് പിന്നെ അവമ്മ കടന്ന് കെട്ടിമറിയാണ്. നിങ്ങളെ ചോദ്യത്തിന്റെ വിഷയം എവിടെ വെച്ചാൽ ആ ആയത്തൊന്നും പറഞ്ഞു തരും. നിങ്ങൾ പറയാനയക്കോ? നിങ്ങൾ ഇതുവരെയും പറയാൻ അയച്ചതാണ്, ഇനിയും പറയാൻ അയക്കും. പക്ഷെ ഈ പറയാൻ അയക്കും എന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ചോദ്യം പറയാവൂ. അതിനുണ്ട് അവസരം നൽകിക്കോളി. ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം വീണ്ടും അതേപോലെ തന്നെ അത് പറയണ്ട. ആദ്യം പറഞ്ഞൊക്കെ നമുക്ക് മനപ്പാടുണ്ട്. അവസാനം ഇനി പറയാനുള്ള എന്താ വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ഞാൻ ഒന്നുകൂടെ എന്നിട്ട് ഇപ്പോൾ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറയില്ല. നിങ്ങളെ സംശയം എന്താന്ന് എനിക്കറിയോ? ആയത്തിന്റെ ഓതിട്ട് ചോദിക്കാണ്, നിങ്ങളോട് പറഞ്ഞുകൂടി. അല്ല, അതിന് ഞങ്ങൾ വയലിന്റെ മജ്‌ലിസ് വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല, ഈ ആയത്തിൽ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെങ്കിൽ അതുകൊണ്ട് ചോദിച്ചോളൂ. ഞാൻ പറയണ്ടത് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് എന്തെല്ലാം പറയാണ്ട്, അത് പലതും പറയാണ്ട്. നിങ്ങളെ സംശയം എന്താന്ന് അത് ചോദിക്കും. ഉസ്താദ്, ഞാൻ പലവട്ടം ചോദിച്ചു. ചോദ്യം ചോദിച്ചിട്ടില്ല, പലതും ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഈ ആയത്തിൽ ചോദ്യം ചോദിച്ചിട്ടില്ല. ഈ തോട്ടക്കാരെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരതിൽ അഹങ്കരിച്ചതും അതുപോലെ അത് അവസാനം അദ്ദേഹത്തിന്റെ തോട്ടം നശിച്ചു പോയതായിട്ടും പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഷിർക്ക് ചെയ്തില്ലെങ്കിൽ നന്നായെന്ന്. ഇതെങ്ങനെയാണ് ഷിർക്ക് ചെയ്യുന്നത്? ആ തോട്ടം നശിച്ചതും അതും തമ്മിൽ എന്താണ് ബന്ധം എന്നറിയാൻ കഴിഞ്ഞു. ഇപ്പോഴേ ചോദ്യമായിട്ടുള്ളൂ, മറുപടി കേട്ടോളി. വളരെ ലളിതം, ഒരു മിനിറ്റോട് പറഞ്ഞ് തീർക്കാവുന്ന കാര്യം അത്. ഇതിങ്ങനെ അവിടുന്ന് തുടങ്ങിയിട്ട് ഞാൻ പറയണില്ല. മേലിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു സംശയമുണ്ട്. നമ്മളെ സമയം കളയാൻ വേണ്ടി ആരോ പറഞ്ഞയച്ചത് ഏണോന്ന് അങ്ങനെ ഞാൻ സംശയിക്കുകയാണ്. ഇത്രയൊന്നും ചോദിക്കേണ്ടതില്ല. ഈ ആയത്തിൽ ഇവിടെ മാത്രം ഓതിയിട്ട് ഇതിന്റെ ഈ ശിർക്ക് എന്താന്ന് ചോദിച്ചാൽ വിഷയം തീർന്നില്ലേ? എത്ര എളുപ്പം തീരുന്ന കാര്യമാണിത്. എന്നിട്ട് ഇത്രയും സമയം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? ഇത് ലളിതമായി തീർക്കാവുന്ന കാര്യമാണ്. നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിന് മുമ്പ് പറഞ്ഞ ഒക്കെ ഫുളൂലാത്താണ്. ഇവിടെ പറഞ്ഞത് മാത്രം ഞാൻ ചോദ്യം മാത്രം മറുപടി പറയുന്നു ചോദ്യത്തിന്. യഖൂലു, ഈ തോട്ടങ്ങളൊക്കെ നശിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദാ, ഞാൻ എൻ്റെ അള്ളാഹുവിൽ എൻ്റെ റബ്ബിൽ ശിർക്ക് വെച്ചു പോയല്ലോ. ഈ ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ വ്യക്തി അവിടെ വെച്ചു പറഞ്ഞു. ഇതാണ് ഇപ്പൊ ഇയാളുടെ ആയത്ത്. ഇതിനാണ് ഇയാൾ മറ്റായത്ത് വലാ ഉശ്രിക് ബി റബ്ബി അഹദ
ഈ പദങ്ങൾ ഓതിയുന്നത് എത്ര നേരം ഈ വീഡിയോ ഓഡിയോ റെക്കോർഡിലുള്ളതാ. വലാ ഉശ്രികു ബിറബ്ബിയാദ വലാ ഉശ്രികു ബിറബ്ബിയാദ. എന്നിട്ട് നിങ്ങൾ അതിന് അർത്ഥം വെക്കും, ഞാൻ ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇതാ ഞങ്ങൾക്ക് തിരിയാത്തത്. അതല്ല, അതിന്റെ അർത്ഥമല്ലത്. ഈ പറയുന്നത് അങ്ങനെയാണ്. വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ. അത് ഓതിയിട്ട് ഈ അർത്ഥം വെക്കണം. നിങ്ങളെയൊക്കെ ഒരു അർത്ഥം ഉണ്ട്, ഇവിടുന്ന് കിട്ടിയ ഒരു അർത്ഥം. ഇനി അതിന് പറ്റിയ ഒരു ആയത്ത് ഉണ്ടാക്കുക നിങ്ങളെ. അങ്ങനെ പറ്റൂല. ആയത്തും അർത്ഥവും ഒന്നായിരിക്കണം. അത് ആയത്ത്, അതിന്റെ അർത്ഥം. ഇപ്പൊ റെഡിയാണ് നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ ഈ കടന്ന് ഉരുണ്ടിയുന്നത്. വളരെ റെഡിയാണ്. ഇനി ഇയാളെ ചോദ്യം, ഞാൻ മുമ്പ് ശിർക്ക് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇതാണ് ആ വ്യക്തി പറഞ്ഞത്. എന്ത് ശിർക്കാണ് ഇവിടെ ചെയ്തത്? അതിന് മറുപടിയാ നേരത്തെ പറഞ്ഞത്. ഇയാളുടെ ചരിത്രം ഖുർആനിൽ ആദ്യം തന്നെ പറഞ്ഞു. എന്താ? എനിക്ക് ഈ തോട്ടങ്ങളും എനിക്കുള്ള ഈ വിഭവങ്ങളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും മറ്റു വസ്തുക്കളൊന്നും എനിക്ക് ഈ കരുണാവാരിധിയായ അല്ലാഹു ജല്ല വഅല നൽകിയതല്ല, പടച്ചവൻ നൽകിയതല്ല. ഇത് എന്റെ ദൈവങ്ങൾ എനിക്ക് നൽകിയതാണ് എന്ന അർത്ഥത്തിൽ അയാൾ വിശ്വാസം വെച്ചു പുലർത്തിയപ്പോൾ അത് ശിർക്കായി. എന്താ ഇത്ര പറയാനുള്ളത്? എന്തോ ഒരു കഷ്ടം. ഇതത്രയും പറയാനുള്ളതെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് മറുപടി പറയാവുന്ന വിഷയമുള്ളൂ. വല്ലാത്തൊരു സംഗതി. ഇതിനു വേണ്ടിയാ ഇയാൾ നേരത്തെ പറഞ്ഞു ഈ വ്യക്തി എന്റെ ഈ തോട്ടം നശിക്കുകയില്ല. അള്ളാഹു ഉണ്ടെങ്കിലല്ലേ അള്ളാഹു നശിപ്പിക്കുക. അങ്ങനെ ഒരു അള്ളാഹു ഇല്ല, എന്റെ തോട്ടം നശിക്കൂല, ഖിയാമത്ത് നാൾ വരൂല. വമാ അളുന്നു സാഅത ഖായിമാ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. വലഇറുദിതു ഇലാ റബ്ബി ലാജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. ഇനി എനിക്ക് മരണത്തിന് ശേഷം, മരിച്ചതിന് ശേഷം ഒരു പുനർജീവനം ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഇപ്പോഴുള്ളതിലേറെ വലിയ ഉത്തമമായ രൂപത്തിലാണ് ഞാൻ അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ഷിർക്കിന്റെ വചനം പറഞ്ഞ വ്യക്തിയാണ് ഇയാൾ. അള്ളാഹുവിനെ നിഷേധിച്ചവനാണ്, അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളാത്തവനാണ്. അതാണ് ഇയാൾക്ക് പറ്റിയ തകരാറ്. അതിനെപ്പറ്റിയാണ് അയാൾ പറഞ്ഞത് യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ. ഞാൻ നേരത്തെ തോട്ടവും എനിക്ക് മണിമാളികകളും എനിക്ക് സന്താനങ്ങളും എനിക്ക് സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായ നേരത്ത് ഈ അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹുവിൽ പങ്കു ചേർത്ത് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അയാൾക്ക് ബോധോദയം ഉണ്ടായത്. ഇതാണ് ആ പറഞ്ഞത്. എത്ര ലളിതം. ഒരു വളരെ ഖുർആന്റെ ആയത്തിൽ തന്നെ പച്ചയായി പറഞ്ഞ കാര്യമാണ്. അവിടെ ഒരു സംശയമില്ല. ഇത് ആയത്ത് പടിയും ചോദ്യം അവിടെ ആയാൽ പിന്നെ എങ്ങനെയത്? ഇതാണ് ഇതിൽ സംഭവിച്ചത്. അപ്പൊ അതിന്റെ മറുപടി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം വയ്ക്കുക. സമയം വെറുതെ ആവശ്യമില്ലാതെ നിങ്ങൾ വെറുതെ നീട്ടി വലിച്ചു പറയരുത്. ഒരുപാട് സംശയക്കാർ അവിടെ ഉണ്ട്. അവർക്കുള്ള അവസരവും കൂടി കൊടുക്കണം.